ഉക്രൈന് റഷ്യയുടെ തിരിച്ചടി തുടരുന്നു. ഉക്രൈൻ നാവികസേനയുടെ നിരീക്ഷണ കപ്പലായ സിംഫെറോപോൾ തകർത്ത് റഷ്യ. ഡ്രോൺ ആക്രമണത്തിലാണ് കപ്പൽ തകർത്തതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഉക്രൈനിലെ ഒഡെസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാന്യൂബ് നദിയുടെ ഡെൽറ്റയിലാണ് കപ്പൽ തകർന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കപ്പൽ തകർന്നതായി ഉക്രൈൻ അധികൃതർ സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ ഒരു ക്രൂ അംഗം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. കപ്പലിലെ ഭൂരിഭാഗം ജീവനക്കാരും സുരക്ഷിതരാണെന്നും ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഉക്രൈനിയൻ നാവിക വക്താവിനെ ഉദ്ധരിച്ച് കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. ഒരു പതിറ്റാണ്ടിനിടെ ഉക്രൈൻ കമ്മീഷൻ ചെയ്ത ഏറ്റവും വലിയ കപ്പലാണ് സിംഫെറോപോൾ. റേഡിയോ, ഇലക്ട്രോണിക്, റഡാർ, ഒപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ലഗൂണ ക്ലാസ് ഇടത്തരം കപ്പലാണിത്. 2021 മുതൽ ഉക്രൈൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു സിംഫെറോപോൾ. ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന കപ്പൽ മുങ്ങി. ഇതാദ്യമായാണ് റഷ്യൻ സൈന്യം കടലിന് നടുവിൽ ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത്. ചുരുക്കത്തിൽ കടലിലും ഉക്രൈന് രക്ഷയില്ല എന്ന് സാരം. കടലിലും ഉക്രൈന് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യ മാരകമായ തിരിച്ചടികളാണ് ഉക്രൈന് കൊടുക്കുന്നത്. 2 ദിവസം മുമ്പ് റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈൻ്റെ 600 ഭടന്മാർ കൊല്ലപ്പെടുകയും ഒരു സൈനിക താവളം പൂർണ്ണമായി തകരുകയും ചെയ്തു. ടാങ്കുകളും മിസൈലുകളും തകർത്തു. ഇപ്പോൾ കടലിൽ ഉക്രൈൻ്റെ അഭിമാന കപ്പലും തകർത്തിരിക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ ഇപ്പോൾ വ്യക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കടലിന് നടുവിലും ആക്രമണം നടത്താൻ ശക്തമായ രീതിയിൽ റഷ്യയ്ക്ക് കഴിയുന്നു. റഷ്യയുടെ പൂർവ്വരൂപം സംഹാര താണ്ഡവം പുറത്ത് ഇറക്കിയിരിക്കുന്നു. ട്രംപിന്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞ സെലൻസ്കി റഷ്യയുമായി ഒരു മരണക്കളിക്ക് നിൽക്കുകയാണ് എന്നിതോടെ വ്യക്തമായി. സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം തോൽക്കാൻ അയാൾ തയ്യാറല്ല. കാരണം നാറ്റോ രാജ്യങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് കുറച്ചുനാൾ കൂടി പിടിച്ചു നിൽക്കും. പക്ഷേ ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞതാണ് ഈ യുദ്ധത്തിൽ തോൽവി അനിവാര്യമാണെന്ന്. അതുകൊണ്ട് റഷ്യ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റഷ്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ സെലൻസ്കി അതിലൊന്നും തയ്യാറായില്ല. സെലൻസ്കി ഒരു വിട്ടുവീഴ്ചയും നടത്തിയില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ സഹായിക്കേണ്ടത് അമേരിക്കയുടെ അനിവാര്യതയാണ്. അമേരിക്കയുടെ ബലത്തിലാണ് ഉക്രൈൻ യുദ്ധത്തിന് ഇറങ്ങിയത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ടൊന്നും റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നു. ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ആയുധങ്ങൾ ഉക്രൈന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ ഉക്രൈന് കഴിയുന്നില്ല. റഷ്യയിലേക്ക് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഉക്രൈൻ്റെ സൈനിക ക്യാമ്പ് റഷ്യ തകർത്തത്. ഇപ്പോൾ കടലിന് നടുവിലും റഷ്യ ആക്രമണം നടത്തിയിരിക്കുന്നു. ഈ ആക്രമണം ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ തിരിച്ചടിയാണ്. റഷ്യ സംഹാരരൂപം പുറത്തെടുത്തിരിക്കുന്നു എന്ന് വ്യക്തം. ആ സംഹാരരൂപം പുറത്തെടുക്കൽ ഇപ്പോൾ ലോകം കണ്ട് തുടങ്ങിയിരിക്കുന്നു. പൂർവാധികം ശക്തിയോടെ ഉക്രൈനിൽ മുന്നേറുകയാണ് റഷ്യൻ സൈന്യം. റഷ്യൻ സൈന്യത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ ഉക്രൈൻ ഒന്നുമല്ല എന്ന് ലോകത്തിന് അറിയാം. എന്തായാലും റഷ്യയായി മാറിയിരിക്കുന്നു. റഷ്യ തന്നെ.